മാങ്ങാക്കാലമായതുകൊണ്ട് മാങ്ങ വെച്ചുള്ള വിഭവങ്ങളാണ് കൂടുതലും. ഇന്ന് ഞാൻ മാങ്ങ വെച്ചുണ്ടാക്കാൻ പോകുന്നത് ഹൽവയാണ്. അതിനൊരു 6 മാങ്ങ തൊലി ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിനൊന്ന് കഷ്ണങ്ങളാക്കിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. പിന്നെ ഒരു 150 ഗ്രാം പഞ്ചസാരയാണ് എടുത്തത്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ പഞ്ചസാരയോ ശർക്കരയോ ഇഷ്ടമുള്ളത് ചേർക്കാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 10 അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് നമുക്കതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിനോടൊപ്പം ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മാങ്ങ മിക്സിക്കകത്ത് അടിച്ച് പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൺഫ്ലോർ ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കാം. അതിനെ തേങ്ങാപ്പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. കപ്പ് വെള്ളമൊഴിച്ച് അതിലേക്ക് നമുക്ക് പഞ്ചസാരയെ ലയിപ്പിക്കാം. 150 ഗ്രാം പഞ്ചസാരയാണ്. ആദ്യം അതിനെ ഒന്ന് തിളപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് കോൺഫ്ലോർ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൺഫ്ലോർ ഒഴിച്ച് കൊടുക്കാം. കൈവിടാതെ ഇളക്കി കട്ടയില്ലാതെ നമുക്കതിനെ കുറുക്കിയെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇത് മാങ്ങയുടെ കളർ മാത്രമാണ് കേട്ടോ. കളറൊന്നും ചേർക്കാത്ത മാങ്ങ ഹൽവയാണ് ഉണ്ടാക്കുന്നത്. കോൺഫ്ലോറുമായി നല്ലതുപോലെ മിക്സായതിൻ്റെ ശേഷം നമുക്കതിലേക്ക് നെയ്യോ വെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാൻ വെണ്ണയാണ് ചേർക്കുന്നത്. നല്ല നാടൻ മാങ്ങ കൊണ്ടുള്ള ഹൽവയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എത്ര പെട്ടെന്ന് ഉണ്ടാക്കാമെന്നോ. കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമ്മൾ നല്ല നൈസായിട്ടുള്ള പത്തിരിക്ക് പുട്ടിനൊക്കെ ഇടിച്ച് പൊടിച്ച് വെക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതൊരു 2 സ്പൂണ് ചേർത്താലും മതി. ഞാൻ കോൺഫ്ലോർ ഉള്ളത് കൊണ്ട് കോൺഫ്ലോറാണ് ചേർത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആയാലും മാങ്ങയാണെങ്കിലും കട്ടയില്ലാതെ നല്ല നൈസായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. മാങ്ങയൊന്ന് നന്നായിട്ട് ഇതിനോടൊപ്പം ചേർന്ന് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെണ്ണ ഇട്ട് കൊടുക്കാം. മിനിറ്റ് കൂടെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച കാഷ്യൂനട്ട് ഇട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 10 കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ട്. ബദാമോ കാഷ്യൂനട്ടോ നമുക്ക് ഇഷ്ടമുള്ളതിടും. ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് ഇടയ്ക്ക് കടിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലുവകൾക്കൊക്കെ കാണാമല്ലോ, ഇടയ്ക്ക് തേങ്ങാക്കൊത്ത് അല്ലെങ്കിൽ കാഷ്യൂനട്ട്, അതുപോലെ ഏതെങ്കിലും ഒരു ഡ്രൈ ഫ്രൂട്ട് ഇട്ടാൽ നല്ലത്. മാംഗോ ഹൽവ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാങ്ങയുടെ ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഇതിൽ ചേരുവകൾ ചേർക്കുന്നത്. അതൊന്ന് സെറ്റ് ആവാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൊടി ചേർത്തെന്ന് മാത്രം. ഏലക്കായകളൊക്കെ പൊടിച്ചിട്ടാൽ അതിൻ്റെ ടേസ്റ്റായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളതൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം മാങ്ങയുടെ തനതായ രുചിയിലുള്ള മാംഗോ ഹൽവ തയ്യാറായി. നമുക്ക് ട്രൈയിലോട്ട് മാറ്റാം. ഓഫ് ചെയ്യാം. നമുക്ക് ട്രൈയിലോട്ട് മാറ്റാം.
ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് സെറ്റാക്കി വെച്ചാൽ മാത്രം മതി. ചൂടാറി കഴിയുമ്പോൾ ഈ ട്രേയിൽ ഇത് സെറ്റാവും. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മാംഗോ ഹൽവ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മറ്റ് കടകളിൽ നിന്ന് വാങ്ങുന്ന ഹൽവയേക്കാളും രുചികരമായ മായമൊന്നുമില്ലാത്ത നല്ലൊരു ഹൽവയാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.